ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ പറയണമെന്നറിയില്ല. കാരണം ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാൻ അടങ്ങണം, ഇറാൻ അടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ പകരം ചെയ്യും, പ്രതികാരം ചെയ്യും എന്നുള്ളതാണ്. അതിന് പ്രധാനമായൊരു കാര്യം പറയുന്നത് ട്രംപ് സൈസ് ഇറാൻ കുഡ് അവോയ്ഡ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ അറ്റാക്ക് വിത്ത് എ ഡീൽ എന്ന് പറയുമ്പോൾ ഭാവിയിലുള്ള വലിയൊരു അറ്റാക്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം, ഉപേക്ഷിക്കണം. ഞങ്ങൾ കൊണ്ടിട്ടിട്ടുള്ള ബംഗാർ ബ്ലസ്റ്റർ വലിയ ബോംബുകളൊക്കെ നിങ്ങൾ തന്നെ ഇല്ലാണ്ടാക്കിയിട്ട് ആ ഒരു രീതിക്ക് വലിയ ഒരു പര്യവേക്ഷണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ മച്ചാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള മുന്നോട്ട് പോക്കും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അല്ല എങ്കിൽ നിങ്ങൾ അടമടലം ഞങ്ങൾ എന്തു ചെയ്യും, കാര്യമായി തന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്, കാര്യമായി തന്നെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, അതോടുകൂടെ നിങ്ങളുടെ രാജ്യം തന്നെ ഇല്ലാതെയായി പോകും എന്നൊക്കെയാണ് കൃത്യമായി പറയുന്നത്. അറ്റോമിക് എനർജി കമ്മീഷൻ സൈഡ് ഇറ്റ് ഇസ് ലൈക്ക് ഗോൺസോ എന്നാണ് ഇതിനൊരു പദ്ധതിക്ക് പേരിട്ടത്. അഥവാ നിങ്ങൾ ഈ ഗോൺസോ പദ്ധതിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. മാത്രമല്ല ആ രാജ്യം തന്നെ എന്നേക്കും ഇല്ലാതെയാക്കുന്ന പദ്ധതിയായിരിക്കും. അഥവാ മറ്റുള്ളവരൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രംപ് എണ്ണം ചിലപ്പം ഒരു ആറ്റം ബോംബ് ഇട്ടിട്ട് ഇല്ലാത്ത ഒരു കാരണവും പറഞ്ഞ് ആറ്റം ബോംബ് ഇടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ഇതൊക്കെ വായിക്കുമ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. കാരണം ഇതിൽ മാത്രമല്ല കാണുന്നത്, പല ആർട്ടിക്കിളിലും കാണുന്നുണ്ട്. അതെന്താ പറയുന്നത് വെച്ചാൽ ഈ ഒരു പ്രൊപ്പഗണ്ട അഥവാ നല്ല രൂപത്തിൽ പ്രൊപ്പഗണ്ട വർക്കൗട്ട് ആകുന്നുണ്ട്. അതിനെ കോൺസോ എന്ന് പറയുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ടില്ല എങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതികാര നടപടികളൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇത് അവസാനത്തെ ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായി മാറുമോ എന്ന് പോലും പറഞ്ഞു വെക്കുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും ഇയാളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊന്നും നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. എന്താണെങ്കിലും ഒരു കാലുപിടുത്തം നടക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കില്ല, നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഞങ്ങൾ വലിയ ഗൗരവമായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഈ ഫൈറ്റർ ജെറ്റിലൊക്കെ വന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ള ബോംബിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയിട്ട് വീണ്ടും നിങ്ങൾ അവിടെ തന്നെ ഒരു പണി ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങളെ നെഞ്ചിൽ കയറി ഇരിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തൽക്കാലം നിങ്ങളുടെ ആ ഒരു അറ്റോമിക് എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്ക്, നമുക്കൊന്ന് സമാധാനത്തോടെ ഇരിക്കട്ടെ. സത്യത്തിൽ അമേരിക്കയല്ലേ ലോകം മുഴുവനും പേടിക്കേണ്ടത്? അമേരിക്കയുടെ കയ്യിലല്ലേ ഒരു 18 സെക്കൻഡ് കൊണ്ട് ഭൂമിയെ പലതവണ ചുറ്റരിക്കാൻ പാകത്തിലുള്ള ആയുധം ഞങ്ങളെടുത്തുണ്ട് എന്നുള്ള ട്രംപന്നല്ലേ പറയുന്നത്. എന്നിട്ടെന്തിനാ ഇങ്ങനെ ഇപ്പുറത്തൊരു ആയുധം ഉണ്ടാക്കിയേക്കുമോ എന്നൊരു പേടി, അതിൽ അവിടെ അപകടം മണത്തിരിക്കുന്നത്. ഇവർക്ക് ഇങ്ങനെയൊക്കെ ആയുധങ്ങളൊക്കെ സംഭരിക്കാൻ പറ്റുള്ളൂ, ഈ രാജ്യത്തിനൊന്നും അതൊന്നും പാടില്ല എന്നുള്ള ഒരു വല്യേട്ട മനോഭാവ സമീപനങ്ങളൊക്കെ പഴയ കാലത്താണ്. ഇപ്പം അതാരും ഗൗനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവിടെയാണ് കാല് പിടിച്ച് പറയുന്നത്, ഇറാൻ നിങ്ങൾ ക്ഷമിക്കണം, ഒന്ന് സഹകരിക്കണം, നമ്മളുമായിട്ടൊന്ന് കാര്യങ്ങളൊക്കെ ഒത്തുടങ്ങി പോകേണ്ടതല്ലേ, നമ്മളിവിടെ പോലീസായിട്ടിരിക്കുമ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ ഗൗനിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടെടുക്കുന്നു എന്നൊക്കെ ഉണ്ടല്ലോ ഒരു ചോദ്യം പറച്ചിലൊക്കെ. ആ ലെവലിലാണ് ഇപ്പോൾ ഈ മനുഷ്യനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്ഭുതമുണ്ട് കേൾക്കുമ്പോൾ. അദ്ദേഹം ഒരുപാട് സംഭവം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മൊത്തം പറയുന്നത് കഴിഞ്ഞ 2025 അഥവാ ജൂൺ മാസം 25 തുടർന്ന് 12 ദിവസത്തേക്ക് ആ ഒരു അറ്റാക്ക് നടത്തിയത് അത് അപ്രതീക്ഷിതമായിട്ട് തുടങ്ങിയതാണെങ്കിൽ പോലും കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ രാജ്യം തന്നെ അവിടെ ഉണ്ടാവുകയായിരുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ന്യൂക്ലിയർ ക്യാപ്പബിലിറ്റി എന്നേക്കുമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നൊക്കെയാണ് ഇദ്ദേഹം പുലമ്പുന്നത്. എത്ര നിരർത്ഥകമായിട്ടുള്ള കാര്യമാണ്. കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മാനേജിങ് ക്യാപ്പബിലിറ്റി അത്ര കണ്ടിട്ടില്ല എന്ന് ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റും. ആ ലെവലിലാണ് കാര്യങ്ങൾ. പിന്നെ എഴുതി പിടിപ്പിക്കുന്ന ആ കാര്യങ്ങൾ അത്ര കണ്ട് വലിയതൊന്നുമല്ല. സുപ്രീം ലീഡർ സൈഡ് ഡീലിംഗ് വിത്ത് ട്രംപ് ബെനീത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ദാറ്റ് യു എസ് അപ്രോച്ച് ദ ടോക്കിംഗ് എമൗണ്ട് ഡിക്റ്റേഷൻ എന്ന് പറയുമ്പോൾ സുപ്രീം പവർ നമ്മൾക്കുള്ളതാണ്. അഥവാ രാജ്യത്തിൻ്റെ പരമോന്നത നേതാവുണ്ട് ആയത്തുള്ള ഖാംനെ, അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിൽ വന്നിട്ട് ട്രംപ് പറയുമ്പോൾ അദ്ദേഹം പറയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതിലപ്പുറം മറ്റുള്ള ആളുകൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണ്ട, നിങ്ങൾ നിങ്ങളുടെ ഭാഗമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കേണ്ട എന്ന് ആത്മാഭിമാനത്തുള്ള ആയത്തുള്ള ഖാംനെ പറയുമ്പോൾ നമുക്കവിടെ ഒന്ന് മനസ്സിലാക്കാം, തോറ്റിരിക്കുകയാണ്.
അമേരിക്ക അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. കാല് പിടിച്ച് ഒന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ, നിങ്ങളതൊന്ന് ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോണ്ടല്ലോ ഇവരുടെ ആ ആത്മാഭിമാനം എവിടെയാണ് പണയം വെച്ചത്. അതിൽ നിന്ന് മനസ്സിലായി, റഷ്യ ഉള്ള കാലത്തോളം, ഇറാൻ്റെ കൂടെ ചൈന ഉള്ള കാലത്തോളം നമ്മളിങ്ങനെ വെറുതെ ഒരു വലിയ ഒരു ലോക പോലീസ് എന്ന് പറഞ്ഞിരിക്കാനേ കഴിയുള്ളൂ, ഒരു റൂൾ ഔട്ട് നടക്കത്തില്ല എന്ന ബോധ്യത്തോടു കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ആ ലോകത്തിന് മുമ്പിൽ ജാള്യതയില്ലാതെ, അഥവാ പണ്ടേ നാണമില്ല, ഇപ്പോഴും നാണം തീരെയില്ല, അതുകൊണ്ട് തന്നെ കാല് പിടിക്കാനാണ് ഞങ്ങൾ കാല് പിടിച്ചുള്ളത്, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം, ഞങ്ങൾക്കാകെ കട്ടപ്പോയ പള്ളയിൽ നിന്ന് നീറ്റില്ല എന്നൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ. ആ അവസ്ഥയിലാണ് ഇപ്പം പാവൻ ട്രംപ് വന്നിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും ഈ ലെബനാൻ്റെ കാര്യത്തിലും ഒഫീഷ്യലായിട്ട് ഇറാൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗത്ത് തന്നെ ഇതിനൊരു മറുപടി കൊടുത്തിട്ട് ലെബനാൻ റിലേഷൻസ് ഹാസ് ബീൻ ടെൻസ് ഓവർ ഹിസ്ബുള്ള ആൻഡ് ഡിസ്ക്രിമിനേറ്റ്, അഥവാ നിങ്ങൾ കാണിക്കുന്ന തരം താഴ്ത്തലൊന്നും ഞങ്ങൾ എന്ത് ചെയ്യൂല, അത്ര കണ്ട് ഗൗനിക്കൂല. ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ലെബനാനിലെ മിലീഷ്യയ്ക്ക് വേണ്ടി ഭംഗിയായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കും, അതിൽ യാതൊരു തർക്കമില്ല, നിങ്ങൾക്കാവുന്നതൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും കോൺസോ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ അത്ര കണ്ട് പേടിക്കുന്നുണ്ട് ഈ അമേരിക്ക എന്ന് പറയുന്ന ട്രംപ്. അതുകൊണ്ട് തൽക്കാലം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ വലിയ പാട് ഞങ്ങൾ വലിയ റിസ്ക് ഞങ്ങൾ എടുക്കേണ്ടി വരും, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്താ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഇതൊക്കെ കേൾക്കുമ്പം സത്യത്തിൽ ട്രംപിൻ്റെ ആ പൗരുഷമൊക്കെ ചോർന്നു പോയിട്ടുണ്ട്. ഒന്നുമല്ലാതെ എന്തൊക്കെയോ ഇങ്ങനെ വിരളി പൂണ്ടിട്ട് പറയുന്ന ഒരാളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കൃത്യമായി ഈ ഒരു സംഭവം കൂടിയും ഇറാൻ തള്ളിക്കളയുകയാണെങ്കിൽ, അവരുടെ ആണവശക്തിയായിട്ട് ഉയർന്നു വരാനുള്ള ശ്രമം വീണ്ടും മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ട്രംപ് ഒന്നും ചെയ്യില്ല എന്നുള്ളിടത്ത കാര്യമുള്ളത്. ട്രംപിന് ചെയ്യാൻ പറ്റുന്ന ആണവായുധ പരീക്ഷണമാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി 100 ഇരട്ടിയായിട്ട് റഷ്യ എന്ന് ഈ അമേരിക്കയ്ക്ക് കിട്ടും, അതുപോലെ ഇറാനും കിട്ടും എന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും ഇസ്രായേലിനെ തള്ളി അവിടെ കടലിലേക്ക് താത്താൻ പറ്റുമോ ആ ലെവലിലേക്കുള്ള താത്തലും അതോടുകൂടായിട്ട് ഉണ്ടാകുമെന്നുള്ളത് ട്രംപിന് കൃത്യമായിട്ടറിയാം. ട്രംപിന് അറിയില്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ നീണ്ടു പോവുക എന്നത് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ഒരു 5 കൊല്ലത്തെ ഗ്യാപ്പ് അതിവിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നുള്ളൂ. അഥവാ 2030 ഭീമാകാരമായിട്ടുള്ള ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള എല്ലാ അലയൊലികളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ, അഥവാ ഒന്ന് താണ് പറയുന്നു, പിന്നെ ഒന്നുകൂടി ഉയർന്നു പറയുന്നു, പിന്നെ ഒന്നുകൂടി ഉയർന്നു പറയുന്നു, പിന്നെ അങ്ങ് പൊട്ടിക്കുന്നു എന്നതായിരിക്കാം ഒരുപക്ഷെ അമേരിക്ക കാണുന്ന ഒരു മാർഗം, അവരുടെ സ്ട്രാറ്റജി അതായിരിക്കാം. പക്ഷേ ഇറാൻ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല, അവരവരുടെ ഭാഗമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാൻ്റെ കാല് പിടിച്ചിരിക്കുകയാണ് അമേരിക്കൻ ട്രംപ് എന്നുള്ളത്. ഈ വയസ്സാം കാലത്ത് എടുപ്പിക്കല്ലേ എന്നുള്ളത് മറ്റുള്ള ആയത്തുള്ള കമ്പനിയോട് ഈ ട്രംപ് പറഞ്ഞു വെച്ച് അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്കും ഈ ചാനലൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്, ഈ ട്രംപ് അടപടലം എല്ലാം തകർന്നു പോയിട്ടുണ്ട്. കാല് പിടിച്ചിട്ടെങ്കിലും ഒന്നുകിൽ നിങ്ങളൊന്ന് നിർത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. അവിടെ എത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡൻറ്റ്. എന്താണല്ലേ ഈ ലോകം, എങ്ങനെയാണ്, എങ്ങോട്ടാണ് വളർന്നു വരുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം.